നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ഇളയെടുത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം എവിടെ? നീണ്ടക്കര, തങ്കശ്ശേരി, കൊട്ടാരക്കര, പുനലൂർ. ഇളയെടുത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ല ഏത്? മലപ്പുറം, പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്. മലപ്പുറമാണ് ശരിയായ ഉത്തരം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കൊല്ലമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാൻ സൈറ്റുകൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനം? തമിഴ്നാട്, ഹരിയാന, ഉത്തർപ്രദേശ്, കർണാടക. ഉത്തർപ്രദേശാണ് ശരിയായ ഉത്തരം. തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന കായൽ ഏത്? ശാസ്താംകോട്ട കായൽ, വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, പുന്നമട കായൽ. അഷ്ടമുടി കായലാണ് ശരിയായ ഉത്തരം. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഏപ്രിൽ 5, മെയ് 3, മാർച്ച് 3, ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 ശരിയായ ഉത്തരം. സമശ്വാസം പദ്ധതിയിലൂടെ പ്രതിമാസം അനുവദിക്കുന്ന ധനസഹായം എത്ര രൂപയാണ്? 2000 രൂപ, 1600 രൂപ, 1100 രൂപ, 1000 രൂപ. 1100 രൂപയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏത്? സിംഹം, കടുവ, ആന, മാൻ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗമാണ് സിംഹം. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ശൗചാലയ പഞ്ചായത്ത്? അതിയന്നൂർ, പെരുന്ന, കോവളം, പാറശാല. അതിയന്നൂരാണ് ശരിയായ ഉത്തരം. സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത? കൻവർബായി, നീതുബായി, ദുർഗാദേവി, ചിന്നുബായി. കൻവർബായിയാണ് ശരിയായ ഉത്തരം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാസാക്കിയ വർഷം? 2005, 2004, 2002, 2007. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാസാക്കിയത് 2005 രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ? 242, 238, 216, 318. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ 238 ലോകായുക്ത ആക്ട് പാസാക്കിയ ആദ്യ സംസ്ഥാനം? രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, ഒഡീഷ, മഹാരാഷ്ട്ര. ലോകായുക്ത ആക്ട് പാസാക്കിയ ആദ്യ സംസ്ഥാനമായിരുന്നു ഒഡീഷ. ആദ്യമായി സിവിൽ സർവീസ് പാസായ ഇന്ത്യക്കാരൻ? സത്യേന്ദ്രനാഥ ടാഗോർ, ലിട്ടൺ, ഡോക്ടർ എ രവീന്ദ്ര, മിർ കാസിം. സത്യേന്ദ്രനാഥ ടാഗോറാണ്. ഏറ്റവും കൂടുതൽ തവണ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി? ജഗ്ജീവൻ റാം, സുരേഷ് പ്രഭു, പീയൂഷ് ഗോയൽ, മാനവേന്ദ്ര. ജഗ്ജീവൻ റാം ആയിരുന്നു. മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയത്? ചൈന, ഈജിപ്ത്, ന്യൂസിലാൻഡ്, ഫ്രാൻസ്. മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസുകാരായിരുന്നു. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പിതാവ്? മൻമോഹൻ സിംഗ്, APJ അബ്ദുൽ കലാം, PV നരസിംഹറാവു, നരേന്ദ്രമോദി. PV നരസിംഹറാവു ആയിരുന്നു. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ ആരംഭിച്ച രാജ്യം ഏത്? ചൈന, ശ്രീലങ്ക, നേപ്പാൾ, ഇന്ത്യ. ഇന്ത്യയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറി സ്ഥാപിതമായ നഗരം? ചെന്നൈ, മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി. ഇന്ത്യയിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറി സ്ഥാപിതമായത്
തമിഴ്നാട് സംസ്ഥാനത്തിലെ ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം സിദ്രി, പന്ന, തെഹ്രി, റാണിപേട്ട. സിദ്രിയിലാണ്. സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മെക്സിക്കോ, ഇറ്റലി, ഓസ്ട്രേലിയ, കസാഖിസ്ഥാൻ. സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ജംഷഡ്പൂർ, പോർട്ടോനോവ, ലുധിയാന, ജലന്ധർ. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ജംഷഡ്പൂർ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലയുടെ പേര് എന്ത്? അമ്പുകുത്തിമല, തെന്മല, കണിയാർമല, ഏഴിമല. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തിമലയാണ്. മൈൻഡ് മാസ്റ്റർ എന്ന ആത്മകഥ എഴുതിയതാര്? അക്കിത്തം, തകഴി, കമല സുരയ്യ, വിശ്വനാഥൻ ആനന്ദ്. വിശ്വനാഥൻ ആനന്ദിൻ്റെ ആത്മകഥയാണ്. ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതായിരുന്നു? ബീഹാർ, കർണാടക, കേരളം, തമിഴ്നാട്. ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തെ സമ്പൂർണ്ണ പെൻഷൻ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2014, 2016, 2018, 2020. കേരളത്തെ സമ്പൂർണ്ണ പെൻഷൻ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2014 ഇന്ത്യയിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ല തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, കോട്ടയം. ഇന്ത്യയിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ലയാണ് തിരുവനന്തപുരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള സംസ്ഥാനം രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ സംസ്ഥാനം ഉത്തർപ്രദേശ്, കേരളം, പഞ്ചാബ്, ഹരിയാന. ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ സംസ്ഥാനമാണ് പഞ്ചാബ്. കാറ്റിൻ്റെ കൊട്ടാരം എന്നറിയപ്പെടുന്നത് ലോട്ടസ് ടെമ്പിൾ, താജ്മഹൽ, ഹവാമഹൽ, മാനസ് മഹൽ. കാറ്റിൻ്റെ കൊട്ടാരം എന്നറിയപ്പെടുന്നത് ഹവാമഹലാണ് ശരിയായ ഉത്തരം. ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? അഞ്ജു ബേബി ജോർജ്, PT ഉഷ, രേവതി രഞ്ജിത്ത്, MD വത്സമ്മ. ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് PT ഉഷയാണ് ശരിയായ ഉത്തരം. GV രാജ പുരസ്കാരത്തിൻ്റെ അവാർഡ് തുക എത്ര? 2 ലക്ഷം, 3 ലക്ഷം രൂപ, 4 ലക്ഷം, 6 ലക്ഷം രൂപ. GV രാജ പുരസ്കാരത്തിൻ്റെ അവാർഡ് തുക 3 ലക്ഷം രൂപയാണ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൽ അംഗമായ ഒരേ ഒരു കേരളീയൻ മാനുവൽ ഫെഡറിക്, നാരായണ ഗോപാൽ, ഗോദവർമ്മ രാജ്, സൈമോൺ. മാനുവൽ ഫെഡറിക് ആണ് ശരിയായ ഉത്തരം. ക്ഷേത്രകലകളിൽ ജനകീയത നേടാൻ സാധിച്ച കലാരൂപം ഏത്? കഥകളി, കൂടിയാട്ടം, കൂത്ത്, തുള്ളൽ. തുള്ളലാണ് ശരിയായ ഉത്തരം. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ഏത്? ഉറുദു, സംസ്കൃതം, മലയാളം, കൊങ്ങിണി. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാള ഭാഷയിലാണ്. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവത്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്, സിക്കിം, ഹരിയാന, പഞ്ചാബ്. ഹരിയാനയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിൽ സൈബർ നിയമം ഭേദഗതി ചെയ്തത് എന്ന്? 2009, 2008, 2000, 2000 ഒക്ടോബർ 17. സൈബർ നിയമം ഭേദഗതി ചെയ്തത് 2008 ഡിസംബർ 23.
ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ, ഗലീലിയോ ഗലീലി, മൈക്കിൾ ഫാരഡെ, ഐസക് ന്യൂട്ടൻ. ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ഐസക് ന്യൂട്ടൻ ആയിരുന്നു. വയൽക്കിളി സമര നേതാവ് ആര്? കെ.എം. റഹ്മാൻ, സുരേഷ് കീഴാറ്റൂർ, കെ. ജയകുമാർ, എം.പി. വർഗീസ്. വയൽക്കിളി സമര നേതാവ് സുരേഷ് കീഴാറ്റൂരായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭോപ്പാൽ, ന്യൂഡൽഹി, മുംബൈ, ഗുവാഹത്തി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഭോപ്പാലിലാണ്. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? 1948 ഓഗസ്റ്റ് 2, 1951 ഏപ്രിൽ 3, 1950 ജനുവരി 25, 1955. 1950 ജനുവരി 25-നായിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ അംബാസഡർ ശ്യാമപ്രസാദ് മുഖർജി, ആർ.കെ. ഷൺമുഖം ഷെഡ്ഡി, ശ്യാം ശരൺ നെഹി, ജീവൻ റാം. ശ്യാം ശരൺ നെഹിയായിരുന്നു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആര്? ജോസഫ് മുണ്ടശ്ശേരി, കെ. ജയകുമാർ, എ.വി. ജോർജ്, സി.പി. രാമസ്വാമി. ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. ലോക അധ്യാപക ദിനം എന്ന്? ജനുവരി 4, ഏപ്രിൽ 10, ഒക്ടോബർ 5, ഡിസംബർ 4. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5-നാണ്. കാളി-കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? തമിഴ്നാട്, ഹരിയാന, കർണാടക, ബീഹാർ. കാളി-കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല? കോട്ടയം, കൊല്ലം, കണ്ണൂർ, കോഴിക്കോട്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആദ്യമായി തയ്യാറാക്കിയതാര്? ബെഞ്ചമിൻ ബെയ്ലി, ക്ലെമൻ പിയാനിയാസ്, ഡോക്ടർ ഹെർമൻ കുണ്ടർ, ഫ്രാൻസിസ് അഞ്ചലോസ്. ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു. ദേശീയ ബാലഭവൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ, മദ്രാസ്, ബാംഗ്ലൂർ, ന്യൂഡൽഹി. ദേശീയ ബാലഭവൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ച വർഷം? 1988, 1999, 1985, 1982. ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ചത് 1988 മെയ് 5-നാണ്. വിശ്വഭാരതി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? സിക്കിം, ഒഡീഷ, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ. വിശ്വഭാരതി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് എവിടെ? ന്യൂയോർക്ക്, ലക്നൗ, ബംഗാൾ, സെർബിയ. തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് ന്യൂയോർക്കിലാണ്. താന്തിയ തോപ്പിൽ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശിവപുരി, ഷിംല, ചമ്പ, ചിനി. താന്തിയ തോപ്പിൽ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ശിവപുരിയിലാണ്. വന്ദേമാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവൽ ഏത്? ജന്മഭൂമി, നീൽ ദർപ്പൺ, യുഗാന്തർ, ആനന്ദമഠം. വന്ദേമാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവലാണ് ആനന്ദമഠം. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് ദിനപത്രം? ടൈംസ് ഓഫ് ഇന്ത്യ, മദ്രാസ് മെയിൽ, സമാചാർ ദർപ്പൺ, ബോംബെ സമാചാർ. ടൈംസ് ഓഫ് ഇന്ത്യയാണ്. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? ആനന്ദ് മോഹൻ ബോസ്, വില്യം ഡിഗ്വി, ബാരിസ്റ്റർ ജി.പി. പിള്ള, ആചാര്യ ജെ.ബി. കൃപലാനി. ബാരിസ്റ്റർ ജി.പി. പിള്ളയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1975, 1931, 1942, 1941.
ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1942-ലായിരുന്നു. എത്ര ദ്വീപുകളുടെ കൂട്ടമാണ് ലക്ഷദ്വീപ്? 16 ദ്വീപുകളുടെ, 14 ദ്വീപുകളുടെ, 12 ദ്വീപുകളുടെ, 18 ദ്വീപുകളുടെ. യൂറോപ്പിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം? ഏഞ്ചൽ വെള്ളച്ചാട്ടം, നയാഗ്ര വെള്ളച്ചാട്ടം, റീൻ വെള്ളച്ചാട്ടം, വല്ലമൻ വെള്ളച്ചാട്ടം. ടെക്നോ പാർക്കിൻ്റെ സ്ഥാപക ചെയർമാൻ ആര്? KPP നമ്പ്യാർ, ഡോക്ടർ സി രാജഗോപാൽ, സി അച്യുതൻ നമ്പ്യാർ, ഡി രാമൻപിള്ള. KPP നമ്പ്യാരാണ്. തിരുവമ്പാടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തൃശ്ശൂർ, വയനാട്, എറണാകുളം, പാലക്കാട്. തിരുവമ്പാടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആലപ്പുഴ, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം ഏത്? പൂക്കോട്, മേപ്പാടി, ഫിവർനിഷ്, മാൽക്ക. പൂക്കോട് തടാകമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പരമാവധി ജലനിരപ്പ് എത്ര? 152 അടി, 142 അടി, 132 അടി, 122 അടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പരമാവധി ജലനിരപ്പ് 142 അടിയാണ്. കേരള സർക്കാർ സംസ്ഥാന കയർ വർഷമായി ആചരിച്ച വർഷം? 2010, 2012, 2015, 2018. 2010-ലായിരുന്നു. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനം ഏതിനാണ്? കയർ, പരുത്തി, കശുവണ്ടി, തടി. ഒന്നാം സ്ഥാനം കയറിനാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ കാലാവധി എത്ര? 65 വയസ്സ്, 50 വയസ്സ്, 55 വയസ്സ്, 62 വയസ്സ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ കാലാവധി 62 വയസ്സ് വരെയാണ്. ഭൂമിയുടേതിന് തുല്യമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹം ഏത്? ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി. ഭൂമിയുടേതിന് തുല്യമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹമാണ് ബുധൻ. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കുന്ദമംഗലം, വെള്ളാനിക്കര, കായംകുളം, കൊച്ചി. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? തൈറോമീറ്റർ, ക്രയോമീറ്റർ, പൈറോമീറ്റർ, ഫാരൻമീറ്റർ. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രയോമീറ്റർ. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവ്? PV സിന്ധു, അഭിനവ് ബിന്ദ്ര, ദീപ കർമാക്കർ, സാക്ഷി മാലിക്. PV സിന്ധുവാണ് ശരിയായ ഉത്തരം. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറിന് ഉടമ ആര്? രോഹിത് ശർമ്മ, യുവരാജ് സിംഗ്, ടിനു യോഹന്നാൻ, സച്ചിൻ ടെണ്ടുൽക്കർ. രോഹിത് ശർമ്മയാണ് ശരിയായ ഉത്തരം. മലബാറിൽ നിന്നും ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക? വിദ്യാസംഗ്രഹം, പശ്ചിമതാരക, ചന്ദ്രിക, കേരളോപകാരി. കേരളോപകാരിയാണ് ശരിയായ ഉത്തരം. ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് അറിയപ്പെടുന്ന നദി ഏത്? നൈൽ, ആമസോൺ. ഈജിപ്തിൻ്റെ ജീവരക്തം എന്നറിയപ്പെടുന്ന നദി ആണ് നൈൽ നദി. ഏത് മൃഗമാണ് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത്? ഒട്ടകം, കുതിര, കഴുത, ചെമ്മരിയാട്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗമാണ് ഒട്ടകം. ജീർണിച്ച സസ്യാവശിഷ്ടങ്ങളിൽ നിന്ന്
പോഷണം നടത്തുന്ന സസ്യം ഏത്? മോണോസൈറ്റ്, മോണോട്രോപ്പോ, ഫാഗോസൈറ്റ്, ഹെറ്ററോട്രോപ്പോ. മോണോട്രോപ്പോ ആണ് ശരിയായ ഉത്തരം. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഗോയിറ്റർ, സ്കർവി, നിശാന്തത, കണ. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ക്യാൻസർ കണ്ടെത്തുവാനുള്ള ടെസ്റ്റ് ഏത്? ബയോപ്സി, മാമോഗ്രഫി, പാപ് സ്മിയർ, ഹിപ്പോക്രറ്റസ്. ക്യാൻസർ കണ്ടെത്തുവാനുള്ള ടെസ്റ്റാണ് ബയോപ്സി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കേരളം, കർണാടക, ബംഗാൾ, സിക്കിം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അബാക്കസ് കണ്ടുപിടിച്ച രാജ്യം ഏത്? ഇറ്റലി, ചൈന, ഫ്രാൻസ്, അമേരിക്ക. അബാക്കസ് കണ്ടുപിടിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൊട്ടിയൂർ അമ്പലം, പറശ്ശിനിക്കടവ്, മാമാനത്തമ്പലം, തിരുവങ്ങാട് ക്ഷേത്രം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ്. അനന്തപുരം ക്ഷേത്രത്തിലെ കായലിൽ കാണപ്പെടുന്ന മുതല ബാബിയ, പടോട, പനച്ചി, മുള്ളുവ. അനന്തപുരം ക്ഷേത്രത്തിലെ കായലിൽ കാണപ്പെടുന്ന മുതലയുടെ പേരാണ് ബാബിയ. ശ്രീനാരായണ ഗുരുവിൻ്റെ വിവാഹം നടത്തുവാനായി നിശ്ചയിച്ചിരുന്ന വർഷം 1882, 1886, 1887, 1884. 1882 മാംസ നിബന്ധമല്ല രാഗം എന്ന് ഉദ്ഘോഷിക്കുന്ന കുമാരനാശാൻ്റെ കൃതി വിചിത്രം, സത്യം, ലീല, പിറവി. പിറവിയാണ് ശരിയായ ഉത്തരം. ആദ്യത്തെ ദേശാഭിമാനി പുരസ്കാര ജേതാവ് ആര്? രാമകൃഷ്ണപിള്ള, ടി വേണുഗോപാൽ, സി കൃഷ്ണൻ, അച്യുതമേനോൻ. ആദ്യത്തെ ദേശാഭിമാനി പുരസ്കാര ജേതാവായിരുന്നു ടി വേണുഗോപാൽ. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ടി കെ മാധവൻ, കെ സുകുമാരൻ, സി വി കുഞ്ഞിരാമൻ, എം വേലായുധൻ. ടി കെ മാധവനാണ് ശരിയായ ഉത്തരം. വലിയ മുലയുള്ള സ്ത്രീകൾക്ക് അനുയോജ്യമായത്? കാമം കൂടുതൽ, ബുദ്ധി കുറവ്, കാമം കുറവ്, ബുദ്ധി കൂടുതൽ. വലിയ മുലയുള്ള സ്ത്രീകൾക്ക് അനുയോജ്യമായത് ബുദ്ധി കുറവായിരിക്കും എന്ന് പറയപ്പെടുന്നു.